അങ്ങനെ ലാലേട്ടൻ്റെ ബറോസ് എന്ന മൂവി കണ്ടു. ഫുൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് രണ്ടും ഫുൾ മൂവി റിവ്യൂ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു ജാക്ക് ആൻഡ് ജിൽ മൂവി പോലെയുണ്ട്. മറ്റേ സന്തോഷമുണ്ട്. വളരെ മോശമായി പോയി. വളരെ മോശമാണ്. വളരെ മോശം സീരിയൽ പോലെയുണ്ട്, കാർട്ടൂൺ പോലെ. സെക്കൻഡ് ഹാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം വിഷ്വലി നല്ലതാണ്, ടെക്നിക്കലി അടിപൊളിയാണ്. ലാലേട്ടൻ്റെ ഫസ്റ്റ് ഡെബ്യൂട്ട് ഫിലിമാണ്. പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറയേണ്ടതായിരുന്നു ഒരു 3D ഫിലിം ആദ്യമായിട്ട് ഒരു ആക്റ്റഡ് ആക്ടിന് പുള്ളിയാണ്. ആദ്യമേ ജിജു പുന്നൂസ് സിനിമയിൽ പിന്മാറി ഇയാൾ ഇൻവോൾവ് ചെയ്തു. ആനിമൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ എന്നെ ആദ്യമേ എനിക്ക് പടം മോശം സാധ്യത തോന്നിയാണ്. അടുത്ത കാലത്ത് രംഗൻ ഭരദ്വാജ് അങ്ങനെ പടത്തിന് റിവ്യൂ കൊടുക്കുമ്പോൾ എല്ലാം ലാലേട്ടൻ സംസാരിക്കുമ്പോൾ പ്രതീക്ഷ വന്നു. ആദ്യം എനിക്ക് തോന്നി ആ ഒപ്പീനിയൻ തന്നെയാണ് വരുന്നത്. ജിജു പുന്നൂസ് ഫസ്റ്റ് 3D ഫിലിം ഉണ്ടാക്കിയ ആളാണ്, വൈഡി കൊട്ടിച്ചേട്ടൻ. അങ്ങേരുണ്ടായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലേ. എന്തായാലും ഒരു 3D ഫിലിം പിള്ളേർക്ക് പറ്റിയ ഫിലിമാണ്. കാരണം പിള്ളേർക്ക് ഇഷ്ടപ്പെടും. കാരണം വയലൻസ് വൽഗാരിറ്റി ഒന്നുമില്ല. പക്ഷേ ടെക്നിക്കൽ സ്റ്റൈൽ സൂപ്പറാണ്. ഹോളിവുഡ് സ്റ്റൈൽ അങ്ങനത്തെ ആൾക്കാർ, അങ്ങനത്തെ ഫോറിൻ ആൾക്കാരാണ് ക്രൂ ആയിട്ട് വർക്ക് ചെയ്തതാണ്. സെലിബ്രിറ്റി ഷോയിൽ എല്ലാം അഭിപ്രായം പറഞ്ഞു. അത് സെലിബ്രിറ്റി ഷോയിൽ കാര്യമില്ല. കാരണം അത് അവരങ്ങനെ പറയുള്ളൂ. കാരണം മോഹൻലാൽ വിളിച്ച് വരുന്ന ആൾക്കാരെ കൊണ്ട്, മോഹൻലാലിൻ്റെ അറിയാവുന്ന ആൾക്കാരുണ്ട്, അവരങ്ങനെ പറയുള്ളൂ. ഡിപ്ലോമാറ്റിക്കായിട്ട് പറയുള്ളൂ, ഫ്രാങ്കായിട്ട് പറയില്ല. എന്തായാലും ഇങ്ങനെ പടം ഡയറക്റ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിച്ച് സമ്മതിക്കണം മോഹൻലാലിനെ. മമ്മൂട്ടി ഒരു പറ്റാത്ത പണികൾ ചെയ്യാറില്ല. മോഹൻലാൽ പറ്റാത്ത പണിയും ചെയ്ത് കുളമാക്കിയിട്ടുണ്ട്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് വളരെ മോശമാണ്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തം 2 hours 25 minutes ആണ്. വളരെ ഡയറക്ഷനൊക്കെ നല്ലതാണ്. കഥ കുറച്ചുകൂടി മോഡിഫൈ ആയി. ഇതിലായിട്ട് പടം ഹിറ്റാവുന്നൊന്നുമില്ല. മഞ്ഞ് പെഞ്ഞ് പുകയിലിറങ്ങിയ ദിവസമാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ ഇനി വരാൻ പോകുന്ന പടം നല്ലതാണ്. എമ്പുരാൻ, തുടരും എല്ലാം ആവേശത്തിലായിട്ട് ചാൻസ് കൊടുത്തു. ഒരുപാട് യങ് ഡയറക്ടേഴ്സ് ചാൻസ് കൊടുക്കുന്നുണ്ട്. എമ്പുരാൻ തുടരും അങ്ങനെ കുറേ ആൾ മൂവി വരുന്നുണ്ട് ഇന്ന് ലാലേട്ടനുണ്ട്. ഇതോടെ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ പക്ഷേ എല്ലാം എക്സ്പീരിയൽ മൂവിയാട്ടെ. ഈ മലകെട്ട് വാൽപ്പനായാലും ഈ ഇതെല്ലാം ആയാലും വളരെ എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. പരീക്ഷണ ചിത്രങ്ങളാണ് ഈ ബറോസല്ല. പക്ഷേ എന്തായാലും ഇനി അടുത്ത വർഷം കൊണ്ട് ലാലേട്ടൻ്റെ വരാൻ പോകുന്ന പടങ്ങളെല്ലാം നല്ലാൻ സാധ്യതയുണ്ട്. കാരണം പുതിയ ആൾക്ക് ചാൻസ് കൊടുക്കുന്നുണ്ട്, നല്ല സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്നുണ്ട്.